നമുക്കിന്ന് കൂൺ മസാല തയ്യാറാക്കാം. അതിനായിട്ട് 350 ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട്. തക്കാളി 1, കുറച്ച് ചെറിയുള്ളി, 2 സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി 1.5 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, ഗരം മസാല 3/4 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാം. അതിനോടൊപ്പം തന്നെ ചെറിയുള്ളിയും സവോളയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അതിടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇനി ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. കൂണ് നമ്മൾ റെഡിയാക്കി എടുത്തത് തിളപ്പിച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൽ കൂണിട്ട് കുറച്ച് സമയം വെച്ചിരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കൂൺ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. കൂണിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനിയും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാച്ചുറലായിട്ടുള്ള കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ മസാല റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാം.